ഇനി കുഞ്ഞുങ്ങളിലെ ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ചുമ, പ്രത്യേകിച്ച് പുലർച്ചെയും രാത്രി കാലങ്ങളിലുമുള്ള ചുമ. പിന്നീട് ശ്വാസം മുട്ട് അല്ലെങ്കിൽ ശ്വാസതടസ്സം. മൂന്നാമതായിട്ട് കാണുന്നത് കുറുകൽ അല്ലെങ്കിൽ വലിവ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴുള്ള വിസിലടിക്കുന്ന പോലെയുള്ള സൗണ്ടിനെയാണ് നമ്മൾ വലിവെന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് കാണുന്നത് നെഞ്ചിലെ ഭാരം വെച്ച പോലെയുള്ള അവസ്ഥ. വലിയ കുട്ടികളാണ് യൂഷ്വലി ഇത് പറയാറ്. പിന്നെ ആസ്മയുടെ ലക്ഷണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് എപ്പിസോഡിക് ആയിരിക്കും. അതായത് എല്ലാ സമയത്തും ഉണ്ടാവണമെന്നില്ല. ചില സമയത്ത് കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിരിക്കും, എന്നാൽ ചില സമയത്ത് പ്രത്യേകിച്ച് ഈ ട്രിഗറുകളോടൊക്കെ കുഞ്ഞ് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ആസ്മ ലക്ഷണങ്ങളുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് തീവ്രത മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ഒരു ചെറിയ ചുമയായിട്ട് വന്നു പോകും, എന്നാൽ ചില സമയത്തോ ചെറിയൊരു ചുമയിൽ തുടങ്ങി നല്ല രീതിയിലുള്ള ശ്വാസമുട്ടിലേക്കും ഓക്സിജൻ്റെ അളവ് കുറയുന്ന രീതിയിലുള്ള ഒരു അക്യൂട്ട് അറ്റാക്കിലേക്കും പോകാം. ഇനി നമുക്ക് ആസ്മ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ സ്പൈറോമെട്രി എന്ന ടെസ്റ്റിലൂടെയാണ് നമ്മുടെ രോഗനിർണയം നടത്തുക. എന്നാൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് 5 അല്ലെങ്കിൽ 6 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് സ്പൈറോമെട്രി എന്നുള്ള ടെസ്റ്റ് ചെയ്യുകയും കൃത്യമായിട്ട് രോഗനിർണയം നടത്താനും സാധിക്കുകയുള്ളൂ. എന്നാൽ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആസ്മയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ കാണാം. ഇതിലൊരു 25 മുതൽ 30% കുഞ്ഞുങ്ങൾക്കും പിന്നീട് ആസ്മയിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്.